നമസ്കാരം. പ്രധാന വാർത്തകൾ. മലപ്പുറം ജില്ലയ്ക്കെതിരായ വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം മറുപടിയുമായി മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സൂപ്പി. പെരിന്തൽമണ്ണയിൽ SNDP കോളേജ് അനുവദിച്ചത് താൻ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ. വെള്ളാപ്പള്ളിയുടെ വാദങ്ങളുടെ മുനയൊടിക്കുന്നതാണ് UDF സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച SNDP കോളേജ് എന്ന നജീബ് കാന്തപുരം MLA. കടമ്പടിപ്പുറത്ത് 2 കർഷകരുടെ കവുങ്ങിൻതോട്ടം സാമൂഹ്യ വിരുദ്ധർ വെട്ടി നശിപ്പിച്ചു. 600ഓളം കവുങ്ങുകളാണ് രാത്രിയുടെ മറവിൽ നശിപ്പിച്ചത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പൊതുപ്രവർത്തകരും കർഷക സംഘം നേതാക്കളും. ഒറ്റപ്പാലം പാലപ്പുറത്ത് മലമ്പുഴ ജലസേചന പദ്ധതിയുടെ കനാലിൽ മാലിന്യം മടിഞ്ഞുകൂടിയ പ്രശ്നം. ഇടപെട്ട നഗരസഭ. മാലിന്യം തരംതിരിച്ച ശേഷം ഫീസ് അടച്ചാൽ നീക്കം ചെയ്യാമെന്ന് ജല അതോറിറ്റിയെ നഗരസഭ അറിയിച്ചു. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാനായി ചുമതലയേറ്റ് NCP നേതാവ് PA റസാഖ് മൗലവി. കേരളത്തിലേക്ക് കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് റസാഖ് മൗലവി. പാചകവാതകം വിതരണം ചെയ്യുന്ന ലോറി നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞ് അപകടം. അലനല്ലൂർ അരിയക്കുണ്ടിലാണ് അപകടമുണ്ടായത്. വാഹനത്തിലുണ്ടായിരുന്ന സഹായിക്ക് പരിക്ക്. വിശദമായ വാർത്തകൾ നോക്കാം. SNDP കോളേജ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ അനുവദിച്ചത് താൻ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോഴാണെന്ന് വെള്ളാപ്പള്ളി നടേശനെ ഓർമ്മപ്പെടുത്തി മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സൂപ്പി. കോളേജിന്റെ പേരിൽ മലപ്പുറം ജില്ലയെ കുറ്റപ്പെടുത്തുമ്പോൾ 9 വർഷം ഭരിച്ച പിണറായി സർക്കാർ അനുവദിച്ചത് എന്തെന്നുകൂടി വെള്ളാപ്പള്ളി വ്യക്തമാക്കണമെന്ന് നാലകത്ത് സൂപ്പി പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ വാദങ്ങളുടെ മുനയൊടിക്കുന്ന സത്യമാണ് UDF സർക്കാരിന്റെ കാലത്ത് പെരിന്തൽമണ്ണയിൽ നാലകത്ത് സൂപ്പി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ അനുവദിച്ച SNDP കോളേജെന്ന് നജീബ് കാന്തപുരം MLAയും പ്രതികരിച്ചു. വെള്ളാപ്പള്ളി വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്താതെ കാത്തുനിന്നാൽ UDF സർക്കാർ വന്നാൽ കോളേജ് അനുവദിക്കാമെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. മലപ്പുറത്ത് കോളേജ് അനുവദിച്ചിടാം. വെള്ളാപ്പള്ളി ഒന്ന് ഓർക്കണം, പെരിന്തൽമണ്ണയിൽ കോളേജ് അനുവദിച്ചത് എൻ്റെ കാലത്താണ്. ഞാൻ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്താണ്, 2002-ൽ. UDFുമായി സഹകരിച്ച് രൂപീകരിച്ച പിന്നാക്ക സമുദായ മുന്നണിയുടെ തലപ്പത്ത് വെള്ളാപ്പള്ളി നടേശനായിരുന്ന 2002-ലാണ് പെരിന്തൽമണ്ണയിൽ SNDP കോളേജ് അനുവദിച്ചത്. അന്ന് നാലകത്ത് സൂപ്പി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ഇപ്പോൾ എല്ലാം മറന്ന് വെള്ളാപ്പള്ളി കോളേജിന്റെ പേരിൽ മലപ്പുറം ജില്ലയെ അവഹേളിക്കുകയും വർഗീയ വിദ്വേഷ പ്രചരണം നടത്തുകയാണെന്നും നാലകത്ത് സൂപ്പി പറഞ്ഞു. 9 വർഷം ഭരിച്ച പിണറായി സർക്കാർ എന്ത് അനുവദിച്ചു എന്നുകൂടി വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കണമെന്നും നാലകത്ത് സൂപ്പി പറഞ്ഞു. SNDP കോളേജ് ആദ്യമായി അനുവദിച്ചത് മലപ്പുറം ജില്ല എന്നാണ് ആ കോളേജാണ് SNDP കോളേജ് പെരുന്നാളിൽ അനുവദിച്ചത്. ആ കോളേജ് ഉണ്ടായിട്ടാണ് ഏത് കോളേജാണ് വെള്ളാപ്പള്ളി കോളേജിൻ്റെ പേരിൽ ഞങ്ങളെ കുറ്റം പറയുന്നത്. ഇപ്പോൾ 9 കൊല്ലമായി വെള്ളാപ്പള്ളി കാലത്ത് നടത്തിയിരുന്നല്ലോ. ഏത് കോളേജാണ് പിണറായി വിജയൻ അനുഭവിച്ചത് എന്ന് കൂടി പറയണം. മലബാറിലെ 3 ജില്ലകളിൽ തങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലെന്ന വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിനെതിരെ നജീബ് കാന്തപുരം MLAയും രംഗത്തെത്തി. ബുധനാഴ്ച പെരിന്തൽമണ്ണ SNDP കോളേജിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ഫോട്ടോ സഹിതം നജീബ് കാന്തപുരം MLA ഫേസ്ബുക്കിൽ കുറിച്ചു. വെള്ളാപ്പള്ളിയുടെ വാദങ്ങളുടെ മുനയൊടിക്കുന്ന സത്യമാണ് പെരിന്തൽമണ്ണയിലെ SNDP കോളേജെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ തന്റെ മുൻഗാമി നാലകത്ത് സൂപ്പി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ SNDP കോളേജ് അനുവദിച്ചതിൽ അഭിമാനമുണ്ടെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ വാദങ്ങളുടെയും മുനയൊടിക്കുന്ന ഒരു കാര്യമാണ് പെരിന്തൽമണ്ണയിലെ SNDP കോളേജ്. ഈ SNDP കോളേജിന് പ്രത്യേകത കൂടിയുണ്ട്. ശതാബ്ദി ആഘോഷത്തോടനുബന്ധമായി SNDPയുടെ രൂപീകരണത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധമായിട്ടാണ് ഈ കോളേജ് പെരിന്തൽമണ്ണയിൽ ആരംഭിക്കുന്നത്. 2002-ൽ ആ കോളേജിന് അനുവാദം കൊടുക്കുന്നതും അതിൻ്റെ എല്ലാവിധ സഹായം നൽകുന്നതും അനുവദിക്കുന്നതും ഒക്കെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സൂപ്പി സാഹിബാണ്. എനിക്ക് വലിയ പ്രൗഡായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, സൂപ്പി സാഹിബിനെ പോലെയുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നുവെച്ചാൽ ഈ നിയോജക മണ്ഡലത്തിലെ എൻ്റെ മുൻഗാമിയായിട്ടുള്ള ഒരു MLA, അദ്ദേഹം മന്ത്രിയായിരിക്കെയാണ് SNDPക്ക് ഈ ഒരു കോളേജ് കൊടുത്തത് എന്നതുകൂടി അഭിമാനകരമാണ്. പിണറായിക്കും അമിത്ഷായ്ക്കും ഒരേ അടുപ്പിൽ നിന്നും വെള്ളാപ്പള്ളി ദോശ ചൂടുന്നത് കേരളത്തിൽ വേവില്ല. വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തുന്നത് വെള്ളാപ്പള്ളി അവസാനിപ്പിക്കണം. പകരം കാത്തുനിന്നാൽ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കോളേജ് തരാമെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. ഇത്തരത്തിലുള്ള വർഗീയതയും ഇത്തരത്തിലുള്ള വിഭാഗീയതയും വിദ്വേഷവും വെറുപ്പും ഒക്കെ പ്രചരിപ്പിക്കുന്നതിന് പകരം വെള്ളാപ്പള്ളിയോട് പറയാനുള്ളത്, നിങ്ങൾ കുറച്ചുകൂടി കാത്തിരിക്കൂ. 10 വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഒന്നും തന്നില്ലല്ലോ CPM.
പക്ഷേ 2002 ഞങ്ങൾ തന്നു, വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വരാൻ പോവാണ്. വെള്ളാപ്പള്ളി അടക്കമുള്ള ആളുകൾ SNDPയും അതുപോലെ തന്നെ മറ്റു പിന്നോക്ക വിഭാഗക്കാർക്കുമെല്ലാം ഏത് തരത്തിലുള്ള സഹായവും മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ തരാം. നിങ്ങൾ വന്നോളൂ. നിങ്ങൾക്ക് എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ആഗ്രഹമുണ്ടോ അതെല്ലാം വളരെ മനോഹരമായി തുടങ്ങാനുള്ളൊരു മണ്ണ് മലപ്പുറത്തുണ്ട്. ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. അതിനുള്ള മനസ്സ് വെള്ളാപ്പള്ളിക്ക് ഉണ്ടായാൽ മതി. ഇപ്പോൾ പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പിണറായി വിജയന് വേണ്ടിയും അമിത്ഷാക്ക് വേണ്ടിയും ഒരേ അടുക്കളയിൽ നിന്നാണ് ദോശ ചുടുന്നത്. അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല, അത് കേരളത്തിൽ വേവാൻ പോകുന്ന കാര്യവുമല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ വർഗീയത അച്ഛനും മകനും ചേർന്ന് ഒരേ അടുക്കളയിൽ നിന്ന് ചുട്ടുകൊണ്ടിരുന്നാൽ അത് കേരളം എങ്ങനെ പ്രതികരിക്കുമെന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ബോധ്യപ്പെടുത്തിയ കാര്യമാണ്. അതേസമയം കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റായ ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുസ്ലിം ലീഗിലെ ഷഹീന മോൾ തന്റെ ആദ്യ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തത് SNDP കോളേജിന്റെ NSS ക്യാമ്പിലായിരുന്നു. പെരിന്തൽമണ്ണ SNDP കോളേജിന്റെ NSS ക്യാമ്പ് കുന്നക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത്. ക്യാമ്പിന്റെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്ത ഷഹീന മോൾ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. കടമ്പളിപ്പുറം ആലങ്ങാട് ഉണ്ണിയമ്പത്ത് വെട്ടിക്കൽ പാടശേഖരത്തിന് കീഴിലുള്ള 2 കർഷകരുടെ കവുങ്ങിൻ തോട്ടം സാമൂഹ്യവിരുദ്ധർ വെട്ടിനശിപ്പിച്ചു. 3 വർഷത്തോളം വളർച്ചയെത്തിയ കവുങ്ങുകളാണ് രാത്രിയുടെ മറവിൽ നശിപ്പിച്ചത്. സംഭവത്തിൽ നടപടി വേണമെന്ന് കർഷകരും പൊതുപ്രവർത്തകരും ആവശ്യപ്പെട്ടു. കടമ്പളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ആലങ്ങാട് ഉണ്ണിയമ്പറമ്പ് വെട്ടിക്കൽ പാടശേഖരത്തിന് കീഴിലുള്ള കർഷകരായ പാറയ്ക്കൽ സൗദ, കിണറ്റിങ്ങൽ സുലൈമാൻ എന്നിവരുടെ കവുങ്ങ് കൃഷിയാണ് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത്. രാത്രിയുടെ മറവിലാണ് സംഭവം. 2 കർഷകരുടെ കവുങ്ങിൻ തോട്ടവും അടുത്തടുത്താണ്. 600ഓളം കവുങ്ങുകളാണ് വെട്ടി നശിപ്പിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെയാണ് കർഷകർ ഇത് കാണുന്നത്. 3 കുട്ടികളുള്ള വീട്ടമ്മയായ സൗദയ്ക്ക് ജീവിതമാർഗമാണ് കൃഷി. ഇപ്പോൾ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണെന്നും സൗദ പറഞ്ഞു. 3 കുട്ടികളുണ്ട്, കടങ്ങൾ വീട്ട ഒരുപാടുണ്ട്. അത്രയും പഠിപ്പ് ഡിഗ്രി വരെ പഠിച്ചതാണ് ഞാൻ. കുട്ടികളും പ്രാരബ്ധമായിട്ട് അത് തുടർന്ന് പോകാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതിലെങ്കിലും വിജയിക്കട്ടെ പറഞ്ഞ് ഇത് തുടങ്ങിയത്. ബാങ്കിൽ ലോൺ എടുക്കാനോ അതിനും ഓടിപ്പാഞ്ഞു അത്രയും 15 ലക്ഷത്തോളം ലോൺ എടുത്തിട്ടൊക്കെയാണ് ഞാൻ ഓരോന്നും ഇത്രയും ചെയ്തു കൂട്ടിയത്. ഇത് ചെയ്തൊരാരായാലും വീട്ടിൽ അവരോട് പറയാനുള്ളത്, ഒരു കുടുംബത്തിന്റെ കഷ്ടപ്പാട് അറിയണവരിത് ചെയ്യില്ല. ചെറിയ കുട്ടികൾ പഠിക്കണം, 3 കുട്ടികളുള്ളത്, അതിന് ഫീസ് കെട്ടാൻ ഇതിനൊക്കെ എല്ലാവർക്കും അറിയണം ഓരോ കുടുംബത്തിന്റെ ചിലവ്. അതൊന്നും നോക്കാതെ ആ പൈസ മൊത്തത്തിൽ കൊടുന്ന് ഞാൻ ചെലവാക്കിയത്. എൻ്റെ അത് ഇത്ര 3 വർഷത്തെ അധ്വാനം, എൻ്റെ കുട്ടികളുടെ പഠിപ്പ്, എൻ്റെ ചെറിയൊരു കുട്ടിക്ക് പാല് കൊടുക്കണ കുട്ടിനെയും വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ആ കുട്ടിയുടെ 3 വർഷം ഇപ്പം 4 വയസ്സായിക്കണം, ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടിക്ക് നല്ല ഫുഡ് പോലും കൊടുക്കാതെ ഞാൻ അവരുടെ ഭാവിക്ക് വേണ്ടി ചെയ്തതാണിത്. ഇതൊന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്ന് സെറ്റ് ആവാന്. വേർത്ത് അത്രയും കടം വെച്ചിട്ട് 1 രൂപ പോലും ചെലവിനില്ലാതെ. കർഷകരുടെ പരാതിയിൽ ശ്രീകൃഷ്ണപുരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കുറ്റക്കാർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച പൊതുപ്രവർത്തകരും ആവശ്യപ്പെട്ടു. ഉണ്ണിയമ്പത്ത് വെട്ടിക്കൽ പാടശേഖരത്തിലുള്ള 2 കർഷകരുടെ, ഒന്ന് ഷെരീഫ് ആലമ്പാറ ഉള്ളതും പാറയ്ക്കൽ, അതുമാതിരി സുലൈമാൻ അവർ ഈ 2 തോട്ടങ്ങളുടെ 3 വർഷത്തോളമായ കവുങ്ങ് തൈകളാണ് ഏതോ ഇരുട്ടിൻ്റെ മറവിൽ കുറേ സാമൂഹ്യ വിരുദ്ധർ വെട്ടി നശിപ്പിച്ചിട്ടുള്ളത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇവിടെയുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. തുടർ നടപടികൾ എടുക്കണമെന്നും കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പോലീസിനെ നമ്മൾ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്തുള്ള വേണ്ട നടപടികളും കൂടി എടുത്ത് ഈ പ്രവൃത്തി ചെയ്ത ആളുകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് ഇവിടെയുള്ള ജനങ്ങൾ ആവശ്യപ്പെടുകയാണ്. കടമ്പളിപ്പുറം ആലങ്ങാട് കവുങ്ങ് കൃഷി വെട്ടി നശിപ്പിച്ച സംഭവത്തിൽ നടപടി വേണമെന്ന ആവശ്യവുമായി കടമ്പളിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കർഷക സംഘം ഏരിയ സെക്രട്ടറിയും. വ്യക്തമായ ഗൂഢാലോചന ഇതിനു പിന്നിൽ ഉണ്ടെന്നും ഇവർ പറഞ്ഞു. ഇരുവരും സ്ഥലം സന്ദർശിച്ചു. വെറും സാമൂഹ്യദ്രോഹികൾ എന്ന വാക്കിൽ അവസാനിപ്പിക്കുവാൻ കഴിയുന്നതല്ല. വ്യക്തമായ ഗൂഢാലോചനയോടെയാണ് കവുങ്ങുകൾ നശിപ്പിച്ചിരിക്കുന്നത് എന്ന് ഇവർ പറഞ്ഞു. കുറ്റക്കാരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് ശിക്ഷ ഉറപ്പാക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച കടമ്പളിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C കൃഷ്ണൻകുട്ടി പറഞ്ഞു. ആലങ്ങാട് പാടശേഖരത്തിലെ പ്രധാനപ്പെട്ട 2 കൃഷിക്കാർ നെൽകൃഷിയും അതിനോടനുബന്ധിച്ച് മറ്റ് വിളകളും ചെയ്യുന്ന കർഷകരാണ് നേരത്തെ പറഞ്ഞ സുലൈമാനും സവിതയും. ഇവിടെ നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ സാമൂഹ്യദ്രോഹികൾ എന്നുള്ളൊരു വാക്കിൽ അവസാനിപ്പിക്കാൻ കഴിയില്ല. വളരെ വ്യക്തമായ
പല ഗൂഢാലോചനകളും ഈ കവുങ്ങുകൾ വെട്ടി നശിപ്പിക്കപ്പെട്ട കാര്യത്തിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അത് ഇവിടുത്തെ കൃഷിക്കാരും അറിയണം. അതേപോലെ തന്നെ നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന എല്ലാവരും. നമ്മളൊരു കാർഷിക സംസ്കൃതിയിൽ ജീവിക്കുന്നവരാണ്. ഒരുപക്ഷെ ഈ കവുങ്ങ് നിയമപരമായി പാടശേഖരങ്ങളിലൊന്നും ഉപയോഗിക്കാൻ പാടില്ലെങ്കിലും നിയമം കയ്യിലെടുക്കാൻ ആർക്കും അനുവാദമില്ല, അവകാശമില്ല എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയണം. ഇതൊരു സാമൂഹ്യ ദ്രോഹികളുടെ ലേബൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ പാടില്ല. സാമൂഹ്യ ദ്രോഹികൾക്ക് ആവശ്യമായ പിന്തുണ ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരികയും നേരത്തെ പറഞ്ഞ ഈ സംഭവത്തിന് പ്രചോദനം നൽകിയ എല്ലാവരെയും നമ്മൾ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ നാട് തന്നെ വലിയ അരാജകത്വത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ വരും. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പോലീസ് അധികാരികൾ ഉൾപ്പെടെയുള്ള അധികാരികളുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കണം എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഭാരവാഹി എന്നുള്ളത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് കർഷക സംഘം ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി സുബ്രഹ്മണ്യനും പറഞ്ഞു. ഇവിടെ ആലങ്ങാട് ഉണ്ണിയമ്പത്ത് വെട്ടിക്കൽ പാടശേഖരത്തിന് കീഴിൽ പാറയ്ക്കൽ സൗദ എന്ന സഹോദരിയുടെയും അതുപോലെ കിണറ്റിങ്ങൽ സുലൈമാൻ എന്നവരുടെയും കവുങ്ങിൻ തോട്ടം മുഴുവനായും വെട്ടി നശിപ്പിച്ചിരിക്കുകയാണ്. രണ്ടുപേരുടെയും സുമാർ 400ഓളം കവുങ്ങുകൾ, കായ തുടങ്ങാറായ 3 വർഷം പിന്നിട്ട 400ഓളം കവുങ്ങുകൾ വെട്ടി നശിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലേക്ക്. ഈ പാവപ്പെട്ട കൃഷിക്കാർക്ക് പുതുവർഷ സമ്മാനം നൽകിയിരിക്കുകയാണ് സാമൂഹ്യ ദ്രോഹികൾ. ഇതിനെതിരായി ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. കർഷക സംഘം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, ഗ്രാമപഞ്ചായത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ലെന്നും ഇതിനെതിരായി ശക്തമായ പ്രക്ഷോഭം അവരുടെ കൂടെ നിന്നുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് മുമ്പിൽ ഇടപെടുമെന്നും ഈ യോഗത്തിൽ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കർഷക സംഘം വില്ലേജ് ജോയിന്റ് സെക്രട്ടറി മോഹൻദാസ്, കർഷക സംഘം വില്ലേജ് ട്രഷറർ വി ദിലീപ് കുമാർ, ഒ ബാലകൃഷ്ണൻ എന്നിവരും സ്ഥലത്തെത്തി. ഒറ്റപ്പാലം പാലപ്പുറത്ത് മലമ്പുഴ ജലസേചന പദ്ധതിയുടെ കനാലിൽ മാലിന്യം അടിഞ്ഞുകൂടിയ പ്രശ്നത്തിൽ നഗരസഭയുടെ ഇടപെടൽ. മാലിന്യങ്ങൾ തരം തിരിച്ച ശേഷം ഫീസ് അടച്ചാൽ നീക്കം ചെയ്യാമെന്ന് നഗരസഭ വാട്ടർ അതോറിറ്റിയെ അറിയിച്ചു. പാലപ്പുറത്തെ മലമ്പുഴ ജലസേചന പദ്ധതിയുടെ കനാലിൽ വൻതോതിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയ പ്രശ്നത്തിലാണ് നഗരസഭയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കനാലിലെ മാലിന്യങ്ങൾ തരംതിരിച്ച ശേഷം ഫീസ് കൂടി അടച്ചാൽ മാലിന്യം നീക്കം ചെയ്യാമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം വാട്ടർ അതോറിറ്റി അറിയിച്ചു. കനാലിലെ മാലിന്യത്തെ സംബന്ധിച്ച വാർത്ത കഴിഞ്ഞ ദിവസം മലബാർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. നാട്ടുകാരുടെ കൂടി പരാതിയെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥലം സന്ദർശിച്ച ശേഷമാണ് വാട്ടർ അതോറിറ്റിയെ വിവരം രേഖാമൂലം അറിയിച്ചത്. ഒഴുക്കിൽപ്പെട്ട് ചത്ത മൃഗങ്ങൾ, ഒഴിഞ്ഞ കുപ്പികൾ, തുണികൾ എല്ലാം കനാലിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. കാർഷിക ആവശ്യത്തിന് കനാൽ വഴിയെത്തിയ വെള്ളത്തോടൊപ്പം എത്തിയതാണിവ. പാലപ്പുറത്തിന് കനാലിന് കുറുകെയുള്ള പൈപ്പിൽ അടിഞ്ഞുകൂടിയിരിക്കുകയാണ് മാലിന്യങ്ങൾ. കനാലിൽ വെള്ളം നിലച്ചതോടെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി. കഴിഞ്ഞ 1 മാസത്തിനിടെ 3 തവണയാണ് കനാൽ വഴി വെള്ളമെത്തിയത്. മാലിന്യത്തിൽ നിന്നുയരുന്ന ദുർഗന്ധം മൂലം ബുദ്ധിമുട്ടുകയാണ് നാട്ടുകാർ. നഗരസഭയുടെ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്ന് മാലിന്യം നീക്കം ചെയ്യപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. വീടുകളിലേക്ക് പാചകവാതകം വിതരണം ചെയ്യുന്ന മിനി ലോറി നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞു. ഡ്രൈവറും സഹായിയുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. സഹായിക്ക് നിസ്സാര പരിക്കേറ്റു. നിറച്ച 100 സിലിണ്ടറാണ് വാഹനത്തിലുണ്ടായിരുന്നത്. അലനല്ലൂർ അരിയക്കുണ്ടിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 11 മണിയോടെയായിരുന്നു അപകടം ഉണ്ടായത്. കൊമ്പത്ത് നിന്നും പാചകവാതക സിലിണ്ടർ കയറ്റി അരിയക്കുണ്ട്, കൂമഞ്ചിറ, അലനല്ലൂർ ഭാഗങ്ങളിലെ വീടുകളിലേക്ക് വിതരണം ചെയ്യാനായി എത്തിയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വീട്ടിലേക്ക് സിലിണ്ടർ ഇറക്കാനായി നിർത്തിയ ശേഷം വാഹനം മുന്നോട്ടെടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് പിന്നിലേക്ക് നീങ്ങി പാടത്തേക്ക് മറിയുകയായിരുന്നു. ചെറിയ ഇളക്കമുള്ള ഭാഗത്തായിരുന്നു വാഹനം നിർത്തിയിരുന്നത്. ഡ്രൈവറും സഹായിയും വാഹനത്തിലുണ്ടായിരുന്നു. സഹായിയായ ഭീമനാട് സ്വദേശി സുജിത്തിന് നിസാര പരിക്കേറ്റു. 100 സിലിണ്ടറാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഇതിൽ 9 എണ്ണം വിതരണം ചെയ്തിരുന്നു. ബാക്കിയുള്ള സിലിണ്ടറുകളെല്ലാം പാടത്തേക്ക് വീണു. ക്രെയിനിന്റെ സഹായത്തോടെ വാഹനം ഉയർത്തി മാറ്റി. ഗ്യാസ് നിറച്ച സിലിണ്ടറുകൾ വീണത് നാട്ടുകാരെ ആശങ്കയിലാക്കിയിരുന്നു.
എന്നാൽ മറ്റു അപകടങ്ങൾ ഒന്നുമില്ലാതെ വാഹനത്തെയും സിലിണ്ടറുകളെയും മാറ്റി. അപകട വിവരം അറിഞ്ഞ് സുജിത്തിനെ കാണാനായി വന്ന സുഹൃത്തിനെ കാട്ടുകുളം അരിയക്കുണ്ട് റോഡിൽ വെച്ച് പന്നി ആക്രമിച്ചു. ഇദ്ദേഹത്തെ മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരളത്തിലേക്ക് കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ PA റസാഖ് മൗലവി പറഞ്ഞു. പുതുതായി ചുമതലയേറ്റ ശേഷം മണ്ണാർക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് മികച്ച സേവനം ഉറപ്പാക്കും. ടൂറിസത്തിനു പുറമെ വനംവകുപ്പിൽ നിന്ന് പാട്ടത്തിനെടുത്ത സ്ഥലങ്ങളിൽ വിപണി മൂല്യമുള്ള മരങ്ങൾ വെച്ചുപിടിപ്പിക്കും. ചന്ദനം ഉൾപ്പെടെയുള്ള മരങ്ങളാണ് വെച്ചുപിടിപ്പിക്കുക. മലമ്പുഴയിൽ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിക്കുമെന്നും റസാഖ് മൗലവി പറഞ്ഞു. നമ്മൾക്ക് ബിസിനസ് സംബന്ധമായ അതുപോലെ വിപണിയിൽ നല്ല വില കിട്ടുന്ന മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ, അത് വിപണനം നടക്കുക, അതാണ് KFDCയുടെ പ്രധാന ലക്ഷ്യം. ഞാൻ ആവർത്തിക്കാൻ, വനസമ്പത്തുകൾ സംരക്ഷിക്കാൻ, നശിച്ചു പോകാതെ സംരക്ഷിക്കാൻ, അതോടൊപ്പം വിപണിയിൽ നല്ല മൂല്യമുള്ള നാണ്യ വിളകൾ അത് വിൽപ്പന അതുമായി ബന്ധപ്പെട്ട് നല്ല തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ, അത് വിപണിയിൽ വിൽപ്പന നടക്കുക, അതാണ് KFDCയുടെ പ്രധാന ലക്ഷ്യം. പിന്നെ അതിൻ്റെ മൂലധനം എന്ന് പറയുമ്പോൾ 90% സംസ്ഥാന ഗവൺമെൻറ്റും 10% സെൻട്രൽ ഗവൺമെൻറ്റാണ്. വരുമാനത്തിലെ 70% ഈ മരങ്ങൾ മുറിച്ച് വിറ്റ് ലഭിക്കുന്ന സാമ്പത്തികമായ വരുമാനമാണ്. രണ്ടാമത്തെ നാണ്യ വിളകൾ അത് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ 5%. ബാക്കി വരുന്ന 25% ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന വരുമാനം. NCP നേതാക്കളായ P. അബ്ദുൾ റഹ്മാൻ, ഷൗക്കത്ത് അലി കുളപ്പാടം, P. മൊയ്തീൻകുട്ടി, അബ്ദുള്ള മാസ്റ്റർ, രതീഷ്, മുഹമ്മദ് ഷരീഫ് KP എന്നിവരും ചെയർമാനൊപ്പം ഉണ്ടായിരുന്നു. മണ്ണാർക്കാട് ആനമുടിയിൽ CPM പ്രവർത്തകനെ കാറിൽ നിന്ന് വലിച്ചിറക്കി കൊല്ലാൻ ശ്രമിച്ചെന്ന പരാതിയിൽ ലീഗ് പ്രവർത്തകർക്കെതിരെയും കേസ്. ലീഗുകാരെ ആക്രമിച്ച കേസിൽ നേരത്തെ അറസ്റ്റിലായ CPM പ്രവർത്തകൻ ഫിറോസിന്റെ പരാതിയിലാണ് 5 ലീഗ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. ആനമുളി വാർഡിൽ ലീഗ് സ്ഥാനാർത്ഥിയായിരുന്ന ജുനൈസിന്റെ സഹോദരപുത്രൻ സഫ്വാൻ, ഫർഹാൻ, കണ്ടാലറിയുന്ന 3 പേർ എന്നിവർക്കെതിരെയാണ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. ഡിസംബർ 26 രാത്രി 10 മണിക്ക് മേലെ ആനമുളിയിലേക്ക് പഴം വാങ്ങാൻ കാറിൽ പോയ തന്നെ കാറിലെത്തിയ പ്രതികൾ തടഞ്ഞു നിർത്തി വലിച്ചിറക്കി ഇരുമ്പ് വടി കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും ഒഴിഞ്ഞുമാറിയില്ലായിരുന്നുവെങ്കിൽ മരണം വരെ സംഭവിക്കുമായിരുന്നുവെന്നുമാണ് പരാതിയിൽ പറയുന്നത്. വധശ്രമത്തിനു പുറമെ തടഞ്ഞു നിർത്തൽ, മാരകായുധം കൊണ്ട് ആക്രമിക്കൽ തുടങ്ങിയ വകുപ്പുകളിലാണ് കേസ്. തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് ആനമുളിയിൽ UDF, LDF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായി വെള്ളിയാഴ്ച UDF സ്ഥാനാർത്ഥിയുടെ ബന്ധുക്കളെ ആക്രമിച്ചെന്ന പരാതിയിൽ നേരത്തെ മണ്ണാർക്കാട് പോലീസ് കേസും എടുത്തിരുന്നു. KSSPA ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശ്രീകൃഷ്ണപുരം ട്രഷറിക്ക് മുൻപിൽ ധർണ നടത്തി. KSSPA സംസ്ഥാന കൗൺസിലർ KG ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു. മെഡിസെപ് പ്രീമിയം വർധനവിനെതിരെയും DR കുടിശ്ശിക ഉടൻ അനുവദിക്കുക, പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് U. കുഞ്ഞയ്മു അധ്യക്ഷത വഹിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ സുരേഷ് തെങ്ങിന്നോട്ടം, ഗ്രാമപഞ്ചായത്ത് മെമ്പർ പാലാംകുഴി മണികണ്ഠൻ, ജില്ലാ കോൺഗ്രസ് നിർവാഹക സമിതി അംഗം K. രാമകൃഷ്ണൻ, VD മണികണ്ഠൻ, GK ബാബുനാരായണൻ, VK വാസുദേവൻ, O. ഗോപാലകൃഷ്ണൻ, PR മുരളി, ജോർജ് ജോസഫ്, C. മാധവിക്കുട്ടി, N. നാരായണൻകുട്ടി, PV ശശിധരൻ, PT തങ്കവേലു, ഉണ്ണികൃഷ്ണൻ കോട്ടയിൽ, S. അബ്ദുൾ റഹ്മാൻ, AP സുബ്രഹ്മണ്യൻ, K. ശിവദാസൻ എന്നിവർ സംസാരിച്ചു. ധർണയ്ക്ക് മുന്നോടിയായി ശ്രീകൃഷ്ണപുരത്ത് പ്രകടനവും നടന്നു. ഇടവേള.
വാർത്തകൾ തുടരുന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരമേറ്റെടുത്ത പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ ഭരണസാരഥികൾക്ക് നജീബ് കാന്തപുരം MLA ഓഫീസിൽ സ്വീകരണം നൽകി. നിയോജക മണ്ഡലത്തിലെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാർക്കും നഗരസഭാ അധ്യക്ഷയ്ക്കും ഉപാധ്യക്ഷനുമാണ് MLA സ്വീകരണം നൽകിയത്. ജനങ്ങളുടെ വിശ്വാസത്തിന് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണമെന്ന് MLA പറഞ്ഞു. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ നഗരസഭ, ബ്ലോക്ക് പഞ്ചായത്ത്, 6 ഗ്രാമപഞ്ചായത്തുകൾ എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർക്കും ഉപാധ്യക്ഷന്മാർക്കുമാണ് നജീബ് കാന്തപുരം MLA സ്വീകരണം നൽകിയത്. MLA ഓഫീസിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ നജീബ് കാന്തപുരം MLA അധ്യക്ഷത വഹിച്ചു. ഓരോ വോട്ടും ജനങ്ങൾ നൽകുന്ന അംഗീകാരവും വിശ്വാസവുമെല്ലാമാണെന്നും എല്ലാവരും ആത്മാർത്ഥമായി ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കണമെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ, വൈസ് ചെയർമാൻ MB ഫസൽ മുഹമ്മദ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, വൈസ് പ്രസിഡന്റ് CK ഹാരിസ്, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരുമായ റസീന മുജീബ്, അജിത് പ്രസാദ്, ഷഹീന മോൾ, K ഭാരതി, സുധ, ഹസീബ് വളപുരം, സുലൈഖ കരിമ്പന, മജീദ് പുഞ്ചിരി, ഹുസൈൻ കളപ്പാടൻ, ദിവ്യ മൂത്തേടത്ത്, ആയിഷ മെക്കോട്ടിൽ, TP മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു. 6 പഞ്ചായത്തുകളിലെയും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാർ, നമ്മുടെ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ ലോക്കൽ ബോഡി അധ്യക്ഷന്മാരുടെയും അതുപോലെ വൈസ് പ്രസിഡന്റുമാരുടെയും ഒരു കൂടിച്ചേരൽ മീറ്റിംഗ് ആയിരുന്നില്ല, ഒരു ഇൻഫോർമലായിട്ട് ഞങ്ങളൊന്ന് ന്യൂ ഇയറിന് ഒരുമിച്ചിരുന്നു, സന്തോഷം പങ്കുവച്ചു. അതിലപ്പുറം ഞങ്ങൾ കാര്യമായ ഡിസ്കഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് പ്രധാനമായിട്ടും UDFൻ്റെ മെമ്പർമാരെ കൂടുതൽ കൃത്യമായൊരു പരിശീലനം കൊടുത്ത് അവരെ കൂടുതൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാക്കി മാറ്റുന്ന ഒരു ശ്രദ്ധ കൂടി ഉണ്ടാകും. അതുപോലെ പാർട്ടിയും മുന്നണിയുമായിട്ട് വളരെ ശക്തമായ ബന്ധം എപ്പോഴും ഉണ്ടാവുന്ന തരത്തിലായിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോവുക. ഞങ്ങളൊക്കെ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ജനപ്രതിനിധികളാണ്. അപ്പോൾ പാർട്ടിയുടെയും മുന്നണിയുടെയും കമ്മിറ്റ്മെൻറ്റുകളെക്കുറിച്ച് കൂടി പരസ്പരം ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൂടിച്ചേരൽ നമ്മൾ നടത്തി. ഈ കൂടിച്ചേരലിൻ്റെ തുടർച്ച എന്ന് പറയുന്നത് മുന്നണി നേതാക്കളുമായിട്ട് ആലോചിക്കും. ഭരണസാരഥികളും MLAയും കേക്ക് മുറിച്ച് പുതുവത്സരവും വിജയവും ആഘോഷിച്ചു. MLAയുടെ വക എല്ലാവർക്കും പുതുവത്സര സമ്മാനവും നൽകി. ഈ മാസം 12-ന് മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെയും തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ UDF അംഗങ്ങളെയും പങ്കെടുപ്പിച്ച് പരിശീലന പരിപാടി സംഘടിപ്പിക്കും. 12-ാം തീയതി നമ്മളൊരു വിപുലമായ ശില്പശാല, ഈ നിയോജകമണ്ഡലത്തിൽ ഏതാണ്ട് 110-ലേറെ ജനപ്രതിനിധികൾ ഇപ്പോൾ UDFനുണ്ട്. ആ മുഴുവൻ ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിപുലമായിട്ടുള്ള ഒരു ശില്പശാല നമ്മൾ നടത്തുന്നുണ്ട്. ആ ശില്പശാലയിൽ കൃത്യമായി മെമ്പർമാർക്ക് പരിശീലനം നൽകി അവർ ഓരോരുത്തരെയും പവർഫുൾ ആക്കുക എന്നതാണ് ഉദ്ദേശം. അപ്പോൾ ആ ഒരു പരിപാടിയുടെ ആലോചനാ യോഗം കൂടിയായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അത് വളരെ കൃത്യമായി പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ തന്നെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകും. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ CDS മുഖേന അയൽക്കൂട്ടം അംഗങ്ങൾക്കുള്ള വായ്പാ വിതരണം നടത്തി. പ്രസിഡന്റ് ബിന്ദു സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ കുടുംബശ്രീ CDS മുഖേന അയൽക്കൂട്ടം അംഗങ്ങൾക്ക് നൽകുന്ന വായ്പാ വിതരണമാണ് വല്ലപ്പുഴ പഞ്ചായത്തിൽ പുതുവർഷത്തിൽ നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. അത് കുടുംബശ്രീ CDS മുഖാന്തരമാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ 9 കുടുംബശ്രീക്കാർക്കാണ് കൊടുക്കുന്നത്. 9 കുടുംബശ്രീക്കാർക്ക് 78 ലക്ഷം രൂപ വെച്ച് CDSൻ്റെ അക്കൗണ്ടിലേക്ക് വരും. അത് CDSൻ്റെ അക്കൗണ്ടിൽ നിന്ന് അതായത് കുടുംബശ്രീ അക്കൗണ്ടിലേക്ക് പോകുന്നതാണ്. നമുക്കറിയാം, ഒരു ലോൺ എടുക്കുമ്പോൾ നമ്മുടെ ഭൂമി, അതുപോലെ ഓരോ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ലോൺ എടുക്കുക. ഇത് നമ്മുടെ ജില്ലാ കോർപ്പറേഷൻ SC പട്ടികജാതി ജില്ലാ കോർപ്പറേഷൻ വഴി വെറും CDSും കോർപ്പറേഷനും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റും അതുപോലെ കുടുംബശ്രീയും CDSും തമ്മിലുള്ള എഗ്രിമെൻറ്റ് വെച്ചിട്ടാണ് നമുക്ക് വായ്പ ലഭിക്കുന്നത്. വൈസ് പ്രസിഡന്റ് ജംസീന C അധ്യക്ഷത വഹിച്ചു. ജില്ലാ മാനേജർ ഹൗസത്ത് H, സഫിയ PP, CDS ചെയർപേഴ്സൺ EP സലീന, പഞ്ചായത്ത് അംഗങ്ങളായ ഷീല ബാലൻ, P പ്രേമലത, A സൽമ കലാം, സുനീറ മുഹമ്മദ് അലി, K അഷ്റഫ് അലി, CV മുഹമ്മദ് നൌഫൽ, P ഷാജി മോൻ, MK നൂർജഹാൻ, KV അബ്ദുൽ നാസർ, C ഷംസുദ്ദീൻ, CK ഫസ്ല, CK സിദ്ദീഖ്, പഞ്ചായത്ത് സെക്രട്ടറി A നൌഫൽ, കുടുംബശ്രീ CDS അംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു.
ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ വീരമൃത്യു വരിച്ചതിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ സമ്മേളനം 3-ന് എലമ്പളശ്ശേരിയിൽ നടക്കും. നിരഞ്ജന്റെ വെങ്കല പ്രതിമ വി.കെ. ശ്രീകണ്ഠൻ MP അനാച്ഛാദനം ചെയ്യുമെന്നും അനുസ്മരണ സമിതി ഭാരവാഹികൾ അറിയിച്ചു. 2016-ൽ പഠാൻകോട്ട് ഭീകരാക്രമണത്തെ തുടർന്ന് നടത്തിയ ഓപ്പറേഷനിലാണ് ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ വീരമൃത്യു വരിച്ചത്. നിരഞ്ജൻ വീരമൃത്യു വരിച്ചതിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ സമ്മേളനമാണ് ജനുവരി 3-ന് എളമ്പളശ്ശേരിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് എളമ്പളശ്ശേരി പൊതുജന വായനശാലയുടെ അങ്കണത്തിൽ സ്ഥാപിച്ച നിരഞ്ജന്റെ വെങ്കല പ്രതിമ രാവിലെ 8:30-ന് വി.കെ. ശ്രീകണ്ഠൻ MP അനാച്ഛാദനം ചെയ്യും. തുടർന്ന് നിരഞ്ജന്റെ അച്ഛൻ ശിവരാജൻ, കുടുംബാംഗങ്ങൾ, വിദ്യാർത്ഥികൾ, വിമുക്ത ഭടന്മാർ, സൈനികർ, ജനപ്രതിനിധികൾ, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, SPC തുടങ്ങിയവർ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ നിരഞ്ജന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തും. 9:30-ന് നടക്കുന്ന അനുസ്മരണ യോഗം വി.കെ. ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി അധ്യക്ഷയാകും. തുടർന്ന് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ രക്തദാന ക്യാമ്പും അഹല്യ കണ്ണാശുപത്രിയുടെ സൗജന്യ കണ്ണ് പരിശോധനാ ക്യാമ്പും ഉണ്ടാകുമെന്ന് അനുസ്മരണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. വിദ്യാർത്ഥികളെ, അതുപോലെ പലപ്പോഴും ഇതിനായിട്ട് സൈന്യത്തിൽ നിന്ന് ലീവിൽ വരുന്ന സഹോദരങ്ങളുണ്ട്. അവര്, വിമുക്തഭടന്മാര്, പൊതുജനങ്ങള്, അവരൊക്കെ അണിനിരത്തിക്കൊണ്ട് എലമ്പളശ്ശേരി സെന്ററിൽ നിന്ന് നമ്മൾ എല്ലാ വർഷവും അവരുടെ കുടുംബം സ്ഥാപിച്ച സ്മൃതി മണ്ഡപത്തിലേക്ക് മാർച്ച് ചെയ്ത് ആണ് നമ്മൾ എത്താറ്. അതോടൊപ്പം നമ്മുടെ അതിൻ്റെ ആ മുൻഭാഗത്ത് ജനപ്രതിനിധികൾ, അത് ലോകസഭ, നിയമസഭ, ത്രിതല പഞ്ചായത്തുകൾ, അവിടെയുള്ള ജനപ്രതിനിധികളുടെ ഒരു ലൈന് തന്നെ മുടങ്ങാതെ പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ MLA കേരളത്തിന് വെളിയിലായതുകൊണ്ടാണ് അദ്ദേഹം ഉണ്ടാകില്ല എന്ന് അറിയിച്ചത്. എന്നാലും നമ്മൾ സർക്കാരിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ചെയർമാൻമാരെയും അതുപോലെ തന്നെ അതോടൊപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പൊതുസമൂഹത്തിന് വേണ്ടി രക്തദാന ക്യാമ്പ്, അതുപോലെ നേത്ര ചികിത്സാ ക്യാമ്പൊക്കെ നടത്തുന്നുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും ആവശ്യപ്പെടുന്ന പോലെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് നിരഞ്ജന്റെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ കഴിഞ്ഞ ഭരണസമിതി തീരുമാനിക്കേണ്ടത്. ആ ഭരണസമിതി തീരുമാനപ്രകാരം നിരഞ്ജന്റെ പ്രതിമയുടെ എല്ലാ വർക്കും കഴിഞ്ഞു. അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല. പക്ഷേ എല്ലാ വർക്കും പൂർത്തിയായതിന്റെ അടിസ്ഥാനത്തിൽ ഈ 3-ാം തീയതി അതിന്റെ ഒരു പ്രതിമാനാച്ഛാദനം കൂടി നടത്തുക. ബ്ലോക്ക് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അതിന്റെ തീരുമാനം നിങ്ങളെ അറിയിക്കും. ഞങ്ങൾക്ക് അത് സന്തോഷ വാർത്ത. നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജന്റെ പേരിൽ നിരഞ്ജന്റെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ എളമ്പളശ്ശേരി സെന്ററിനെ നിരഞ്ജൻ സ്ക്വയർ എന്ന് മാറ്റാനും അവിടുത്തെ എല്ലാ കൊടിമരങ്ങളും ഒക്കെ എടുത്ത് മാറ്റി വളരെ കട്ട വിരിച്ച് മനോഹരമായ ഒരു നിരഞ്ജൻ സ്ക്വയർ അതിന് സമ്മാനിച്ച കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക. അനുസ്മരണ സമിതി ചെയർമാൻ P. ഹരിഗോവിന്ദൻ, കൺവീനർ V.S. കൃഷ്ണകുമാർ വെൺമരത്തിൽ, V. ഉണ്ണികൃഷ്ണൻ, N. അനിൽകുമാർ, K. സുരേന്ദ്രൻ, V. ശ്രീനിവാസൻ, K. ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൻ്റെ നാട്ടിലെ 6 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുകയാണ് പ്രവാസി യുവ സംരംഭകനായ KC മുഹമ്മദ് റിയാസുദ്ദീൻ. അദ്ദേഹം രൂപം നൽകിയ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ സ്വന്തം നാടായ കച്ചേരിപ്പറമ്പിലെ 6 കുടുംബങ്ങൾക്കാണ് ബൈത്തുർ റഹ്മ നിർമ്മിച്ച് നൽകുന്നത്. വീടുകളുടെ ശിലാസ്ഥാപന കർമ്മം മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി പാണക്കാട് മുനവർലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. കച്ചേരിപ്പറമ്പിലെ വിവിധ ഭാഗങ്ങളിലുള്ള 6 കുടുംബങ്ങൾക്കാണ് KC മുഹമ്മദ് റിയാസുദ്ദീൻ ചാരിറ്റബിൾ ട്രസ്റ്റ് വീട് നിർമ്മിച്ചു നൽകുന്നത്. ഓരോ കുടുംബങ്ങളുടെയും അംഗസംഖ്യ അനുസരിച്ച് അവർക്ക് സൗകര്യപ്രദമായ വലുപ്പത്തിലാണ് വീടുകൾ നിർമ്മിക്കുക. വീടുകളുടെ ശിലാസ്ഥാപന കർമ്മം മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി പാണക്കാട് മുനവർലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. KC മുഹമ്മദ് റിയാസുദ്ദീൻ നിർമ്മിച്ചു നൽകുന്ന 6 കാരുണ്യ ഭവനങ്ങളുടെ ശിലാസ്ഥാപന കർമ്മം ബഹുമാനപ്പെട്ട ആദരണീയനായ സയ്യിദ് മുനവർലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ നമ്മിൽ പെട്ടണെന്ന് പറയുമ്പോൾ അത് പട്ടിണി മാത്രമല്ല, അവർക്ക് എല്ലാ സൗകര്യങ്ങളും, തൻ്റെ എല്ലാ സൗകര്യങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും മറ്റുള്ള സഹോദരന് കൂടി കിട്ടണമെന്നുള്ള ചിന്തയില്ലെങ്കിൽ അവൻ വിശ്വാസം പൂർണ്ണമാവില്ല എന്നതാണ്.
ഇതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ പ്രിയപ്പെട്ട റിയാസുദ്ദീൻ അദ്ദേഹം കാണിച്ച ഈ മനസ്സ്, അത് ആർക്കും അങ്ങനെ പെട്ടെന്ന് ഉണ്ടാകുന്ന മനസ്സല്ല. തനിക്കുള്ള അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹം, തനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള റിസ്ക്, അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാനുള്ള ഒരു വലിയ മനസ്സ് ഉണ്ടായതുകൊണ്ടാണ്. ട്രസ്റ്റ് ചെയർമാനും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ KC മുഹമ്മദ് ബഷീർ അധ്യക്ഷനായി. N ഷംസുദ്ദീൻ MLA മുഖ്യാതിഥിയായിരുന്നു. KC മുഹമ്മദ് റിയാസുദ്ദീൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M നീതുശങ്കർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് KP ഉമ്മർ, ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ് അലായൻ, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കല്ലടി അബൂബക്കർ, STU ജില്ലാ പ്രസിഡന്റ് നാസർ കൊമ്പത്ത്, മഹല്ല് പ്രസിഡന്റ് TT ഉസ്മാൻ ഫൈസി, TV അബ്ദുറഹ്മാൻ, A അസൈനാർ, KT സുൽഫത്ത്, M ഷാനിർ ബാബു, CT സുമയ്യ, MP സാദിഖ്, സിദ്ദിഖ് പാറക്കോട്ട്, K ഷറഫുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. മിനുക്കുപണികൾ ഉൾപ്പെടെ പൂർത്തീകരിച്ച് 4 മാസം കൊണ്ട് വീടുകളുടെ താക്കോൽ കൈമാറുമെന്ന് ട്രസ്റ്റ് അംഗങ്ങൾ അറിയിച്ചു. നാട്ടിലെ ജീവകാരുണ്യ സാന്ത്വന പ്രവർത്തനങ്ങളിലെല്ലാം സജീവ പങ്കാളിയായ റിയാസുദ്ദീൻ മുൻവർഷങ്ങളിൽ 4 കുടുംബങ്ങൾക്ക് ശിഹാബ് തങ്ങളുടെ പേരിൽ വീട് നിർമ്മിച്ചു നൽകിയിരുന്നു. കച്ചേരിപ്പറമ്പിലെ പൊതുപ്രവർത്തകനായിരുന്ന കൂമഞ്ചേരി കുട്ടിപ്പയ്യുടെ പുത്രനാണ് റിയാസുദ്ദീൻ. UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ബുള്ളറ്റ് പ്രൂഫ് സുരക്ഷാ കവചിത വാഹനങ്ങൾ നിർമ്മിക്കുന്ന സെക്യൂർ ആർമേഡ് വെഹിക്കിൾസ്, ടൈലേഡ് ആർമേഡ് വെഹിക്കിൾസ്, അൽഫ സപ്പോർട്ട് ജനറൽ ട്രേഡിംഗ് എന്നീ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറാണ് KC റിയാസുദ്ദീൻ. പുതുവർഷ പുലരിയിൽ ഓങ്ങല്ലൂരിലെ ജനപ്രതിനിധികൾക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആദരം. സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഉപഹാരം നൽകുന്നതാണ് മുസ്തഫ കൽവ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓങ്ങല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകിയത്. യൂണിറ്റ് പ്രസിഡന്റ് മൊയ്തു വരമംഗലത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന സ്വീകരണ ചടങ്ങ് സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി നടപ്പാക്കുന്ന വി ലൈഫ് പദ്ധതിയുടെ വിശദീകരണവും നടന്നു. സിദ്ദിഖ് പത്രാസ്, സന്തോഷ്, നസീർ, K ഹമീദ്, അബുലൈസ്, മുത്തുക്ക തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ, വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത് എന്നിവരും മറ്റംഗങ്ങളും സംസാരിച്ചു. ഒരു നാടാണ് കേരളം. ആ ബോധം വ്യാപാരികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കും ഈ നാടിന്റെ വികസനം, കേരളം എന്ന നമ്മുടെ സംസ്ഥാനം രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് പല ഘടകങ്ങളെ കൊണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഉയർന്ന ജീവിത നിലവാരം തന്നെയാണ്. ഉയർന്ന ജീവിത നിലവാരത്തിന്റെ സൂചിക എടുത്ത് പരിശോധിച്ചാൽ ഏത് തലത്തിൽ നിന്നുകൊണ്ട് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, അത് ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും മരണനിരക്കിന്റെ കാര്യത്തിലായാലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ വലിയ ഉയർന്ന സ്ഥാനം രാജ്യത്ത് അവകാശപ്പെടാൻ കഴിയുന്ന സംസ്ഥാനമാണ് കേരളം. നമ്മുടെ നാട് ആ ഒരു തലത്തിലേക്ക്, ആ മികച്ച ഒരു ജീവിത പശ്ചാത്തലത്തിലേക്ക് എത്തിച്ചേർന്നതിന്, ആ നേട്ടം കൈവരിച്ചതിന്റെ പുറകിൽ അത് അവകാശപ്പെടാൻ കഴിയും. ആ നേട്ടം അവകാശപ്പെടാൻ കഴിയുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആ അവകാശം അവരുടെ സ്വന്തമായ നേട്ടമാണ് എന്ന് വിലയിരുത്താൻ കഴിയും. ഞാനത് പറയാൻ കാരണം, കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എല്ലാ 5 വർഷക്കാലം കൂടുമ്പോഴും മാറി മാറി വരുന്ന സർക്കാരുകൾ, ഭരണസമിതികൾ, അത് ഗ്രാമപഞ്ചായത്തുകളിലായാലും മുനിസിപ്പാലിറ്റിയിലായാലും സംസ്ഥാനത്ത് തന്നെയാണ്, ഈ സർക്കാരുകളൊക്കെ കൈക്കൊള്ളുകയും തുടരുകയും ചെയ്തിട്ടുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള വികസന കാഴ്ചപ്പാടുകളാണ് നമ്മുടെ നാടിനെ ആ ഒരു തലത്തിലേക്ക്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ശിക്ഷ കേരളയ്ക്ക് കീഴിലുള്ള ഒറ്റപ്പാലം BRCയുടെ നേതൃത്വത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ദ്വിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. ലക്കിടി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് ഉദ്ഘാടനം ചെയ്തു.
ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ മാനസിക ഉല്ലാസവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാനും അവരെ പൊതുസമൂഹത്തിന്റെ ഭാഗമാക്കാനും ലക്ഷ്യമിട്ടാണ് സംസ്ഥാനത്തുടനീളം BRCകളുടെ നേതൃത്വത്തിൽ സഹവാസ ക്യാമ്പുകൾ നടത്തിവരുന്നത്. ഒറ്റപ്പാലം BRCക്ക് കീഴിലുള്ള 20ഓളം വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുക്കുന്ന ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര ടീച്ചർ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാമകൃഷ്ണൻ ഉൾപ്പെടുന്ന ജനപ്രതിനിധികൾ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചാണ് ക്യാമ്പ് തുടങ്ങിയത്. ഉദ്ഘാടന ചടങ്ങിൽ ഒറ്റപ്പാലം BPC PM വെങ്കിടേശ്വരൻ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ A. സുപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യ ദിനത്തിൽ മഞ്ഞുരുക്കൽ, നാടൻ കൃഷികളെ പരിചയപ്പെടുത്തൽ, മാജിക് ഷോ, കളിയരങ്ങ്, സ്നേഹരാമം എന്നിവ നടന്നു. വൈകിട്ട് ക്യാമ്പ് ഫയറോടുകൂടിയാണ് ആദ്യ ദിനത്തിന് സമാപനം. ലഹരിക്കെതിരെ NSS വോളണ്ടിയേഴ്സിന്റെ മൈം ശ്രദ്ധേയമായി. ചെർപ്പശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സ് സഹവാസ ക്യാമ്പിലാണ് മൈം, ലഹരിവിരുദ്ധ പ്രചരണ ക്യാൻവാസ് എന്നിവ അവതരിപ്പിച്ചത്. ലഹരി വിപത്തിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സ് സപ്തദിന സഹവാസ ക്യാമ്പ് ഗ്രാമോദയത്തിന്റെ ഭാഗമായി മൈം, ലഹരിവിരുദ്ധ പ്രചരണ ക്യാൻവാസ് എന്നിവ സംഘടിപ്പിച്ചു. കേരള എക്സൈസ് വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൗൺസിലർ P. ജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലഹരിയുടെ പിടിയിൽ നിന്ന് യുവതലമുറയെ മോചിപ്പിക്കാൻ ഇത്തരം ബോധവൽക്കരണ പരിപാടികൾ അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കാറൽമണ്ണ മേഖല ക്ഷീരസംഘം പ്രസിഡന്റ് മുസ്തഫ KK ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ലഹരി ഉപയോഗം വ്യക്തിജീവിതത്തെയും കുടുംബത്തെയും എങ്ങനെ തകർക്കുന്നു എന്ന് ലളിതവും എന്നാൽ ഹൃദ്യവുമായ രീതിയിൽ വോളണ്ടിയേഴ്സ് മൈമിലൂടെ അവതരിപ്പിച്ചു. ടൗണിലെ കടകളിൽ ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ അടങ്ങിയ ഡാഗ്ലറുകൾ തൂക്കി. വോളണ്ടിയേഴ്സ് വിളംബര ജാഥയും നടത്തി. പരിപാടിയിൽ സ്കൂൾ PTA പ്രസിഡന്റ് റഹീം പറക്കാടൻ, പ്രിൻസിപ്പൽ അബ്ദുൽ സലീം P, ഹെഡ് മിസ്ട്രസ് ഷീജ K, NSS പ്രോഗ്രാം ഓഫീസർ ജഫർ KK, NSS വോളണ്ടിയേഴ്സായ അമൃത KM, അതുൽ കൃഷ്ണ PM എന്നിവർ സംസാരിച്ചു. ഐശ്വര്യ K വോളണ്ടിയേഴ്സിന് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലഹരിമുക്ത സമൂഹത്തിനായി ഒന്നിക്കുമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് ക്യാമ്പയിൻ സമാപിച്ചത്. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. വാണിജ്യ വാർത്തകൾ. നിങ്ങളുടെ കുരുന്നുകൾക്ക് ഏറ്റവും മികച്ച ആരോഗ്യ പരിചരണം ഇനി ചെർപ്പശ്ശേരിയിലെ മജീസ് മെഡിക്കൽ സെന്ററിലൂടെ. 1-ാം തീയതി മുതൽ മജീസ് മെഡിക്കൽ സെന്ററിൽ പീഡിയാട്രിക് ENT വിഭാഗങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ചെർപ്പശ്ശേരി എലിയപ്പറ്റയിൽ പ്രവർത്തനം ആരംഭിച്ച മജീസ് മെഡിക്കൽ സെന്ററിൽ കുട്ടികളുടെ വിഭാഗവും ENT വിഭാഗവും പ്രവർത്തിക്കുക. പ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിചയസമ്പന്നരായ സ്റ്റാഫ് നഴ്സുകളുടെ ശിക്ഷണത്തിൽ ഏറ്റവും മികച്ച പരിചരണം കുരുന്നുകൾക്ക് ലഭ്യമാക്കിയാണ് പ്രത്യേകം തയ്യാറാക്കിയ അന്തരീക്ഷത്തിൽ പീഡിയാട്രിക് വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്നത്. ENT വിഭാഗത്തിൽ ഏറ്റവും മികച്ച പരിചരണം തന്നെയാണ് മജീസ് മെഡിക്കൽ സെന്റർ ഒരുക്കുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലബോറട്ടറി, ഫാർമസി, ഒബ്സർവേഷൻ തുടങ്ങി ഏറ്റവും മികച്ച സൗകര്യങ്ങളാണ് മജീസ് മെഡിക്കൽ സെന്റർ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ മെഡിസിൻ ഹോം ഡെലിവറി, വീട്ടിൽ വന്ന രക്തസാമ്പിളുകൾ ശേഖരിക്കാനുള്ള സൗകര്യം, ഡോക്ടർ ആൻഡ് നഴ്സിംഗ് വിസിറ്റ് തുടങ്ങിയ സൗകര്യങ്ങളും മജീസ് മെഡിക്കൽ സെന്റർ നൽകുന്നുണ്ട്. ഷോർട്ട് ന്യൂസ് നോക്കാം. മണ്ണാർക്കാട് UGS ഗ്രൂപ്പിന്റെ കാഞ്ഞിരപ്പുഴ ഷെഫ് പാലാട്ടിലെ ന്യൂ ഇയർ ആഘോഷം വർണ്ണാഭമായി. പ്രശസ്ത DJ ശ്രീജിത്ത് ഷാജിയുടെ നേതൃത്വത്തിലായിരുന്നു സംഗീത വിരുന്ന്.
കാഞ്ഞിരപ്പുഴ ഡാമിന് സമീപം ഷെഫ് പാലാട്ടിൻ്റെ ബംഗ്ലാവിലെ DJ പാർട്ടിയും ഭക്ഷണവും ആസ്വദിക്കാനായി നൂറുകണക്കിന് ആളുകളാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിയത്. പ്രോഗ്രാം അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. മണ്ണാർക്കാട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പാർട്ടി എല്ലാവർക്കും വരുന്നത്. ഞാൻ ചെന്നൈയിലാണ് മണ്ണാർക്കാട് ഇത് എൻജോയ് ചെയ്യാൻ വരുന്നത്, ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് വരുന്നത് ഫ്രണ്ട്സിന്റെ ഒപ്പം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പ്രശസ്ത നാടൻ പാട്ട് കലാകാരൻ പ്രതീഷ് ആലിപ്പറമ്പിന് വീണ്ടും പുരസ്കാരത്തിളക്കം. 2024 ദേശീയ കലാ സംസ്കൃതി അവാർഡ് പ്രതീഷിന് ലഭിച്ചു. എറണാകുളം എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന ചടങ്ങിൽ സിനിമാ നടൻ രമേശ് പിഷാരടിയും കുട്ടനാട് MLA തോമസ് കെ തോമസും ചേർന്നാണ് പുരസ്കാരം നൽകിയത്. കലാരംഗത്തിന് നൽകിയ സമഗ്ര സംഭാവനകളെ മാനിച്ചാണ് പുരസ്കാരം. 2022 കലാനിധി പുരസ്കാരവും 2023 കലാകേളി പുരസ്കാരവും പ്രതീഷിന് ലഭിച്ചിരുന്നു. ഇതോടെ ഹാർട്ടിക് പുരസ്കാര നേട്ടത്തിൻ്റെ തിളക്കത്തിലാണ് പ്രതീക്ഷ. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണ പൊതുജന വായനശാലയിൽ ക്രിസ്തുമസ് നവവത്സരാഘോഷം സംഘടിപ്പിച്ചു. വനിതാ വേദി പ്രസിഡന്റ് വസന്ത മല്ലിപ്പറമ്പിൽ അധ്യക്ഷയായി. വാർഡ് കൗൺസിലർമാരായ K അജീഷ്, K വിനീത, അർച്ചന, സജിത്ത് തുടങ്ങിയവരും ആശംസകൾ നേർന്നു. വായനശാല പ്രസിഡന്റ് A സതീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് KP ജാനകി ദേവി, സെക്രട്ടറി TG രാമകുമാർ, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ചെർപ്പശ്ശേരി BRCയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി വിഭാഗം ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്കായി ഹിതൈഷി ദ്വിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. കടമ്പഴിപ്പുറം GUP സ്കൂളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അശോക് കുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. BPC NP പ്രിയേഷ് അധ്യക്ഷനായി. ചന്ദനത്തിരി നിർമ്മാണം, നാടൻപാട്ട്, കലാസന്ധ്യ, മാജിക് ഷോ എന്നിവ കുട്ടികൾക്കായി നടത്തി. SSK പാലക്കാട് ജില്ലാ പ്രോഗ്രാം ഓഫീസർ PS ഷാജി, ഗ്രാമപഞ്ചായത്ത് അംഗം MV അനീഷ്, MP ഗോപാലകൃഷ്ണൻ, A ദീപിക എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. മലപ്പുറം ജില്ലയ്ക്കെതിരായ വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം മറുപടിയുമായി മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സൂപ്പി. പെരിന്തൽമണ്ണയിൽ SNDP കോളേജ് അനുവദിച്ചത് താൻ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ. വെള്ളാപ്പള്ളിയുടെ വാദങ്ങളുടെ മുനയൊടിക്കുന്നതാണ് UDF സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച SNDP കോളേജ് എന്ന നജീബ് കാന്തപുരം MLA. കടമ്പഴിപ്പുറത്ത് 2 കർഷകരുടെ കവുങ്ങിൻതോട്ടം സാമൂഹ്യവിരുദ്ധർ വെട്ടി നശിപ്പിച്ചു. 600ഓളം കവുങ്ങുകളാണ് രാത്രിയുടെ മറവിൽ നശിപ്പിച്ചത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പൊതുപ്രവർത്തകരും കർഷക സംഘം നേതാക്കളും. ഒറ്റപ്പാലം പാലപ്പുറത്ത് മലമ്പുഴ ജലസേചന പദ്ധതിയുടെ കനാലിൽ മാലിന്യം മടിഞ്ഞുകൂടിയ പ്രശ്നം ഇടപെട്ട നഗരസഭ. മാലിന്യം തരംതിരിച്ച ശേഷം ഫീസ് അടച്ചാൽ നീക്കം ചെയ്യാമെന്ന് ജല അതോറിറ്റിയെ നഗരസഭ അറിയിച്ചു. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാനായി ചുമതലയേറ്റ് NCP നേതാവ് PA റസാഖ് മൗലവി. കേരളത്തിലേക്ക് കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് റസാഖ് മൗലവി. പാചകവാതകം വിതരണം ചെയ്യുന്ന ലോറി നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞ് അപകടം. അലനല്ലൂർ അരിയക്കുണ്ടിലാണ് അപകടമുണ്ടായത്. വാഹനത്തിലുണ്ടായിരുന്ന സഹായിക്ക് പരിക്ക്. വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.